ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഹരിദ്വാറാണ്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ. ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഗോഡ് അഥവാ ദൈവത്തിലേക്കുള്ള വഴി എന്നാണ്. വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് മാനസാദേവി ക്ഷേത്രം. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പൈസ അടച്ച് ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ടോക്കൺ വിളിക്കുന്ന സമയം മാത്രമേ നമുക്ക് റോപ്പ് വേയിലേക്ക് പോകാൻ പറ്റൂ. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ട്രെക്കിംഗ് ഉണ്ട് ഇവിടെ നിന്നും അമ്പലത്തിലേക്ക്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ റോപ്പ് വേയിലൂടെ പോകുന്നത്. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 349 അഡൾട്ട്സിനും 149 കിഡ്സിനുമാണ് വരുന്നത്. ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രമുള്ളത്. നിങ്ങൾ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ റോപ്പ് വേ ചൂസ് ചെയ്തത്. കാരണം നമ്മൾ 2 ദിവസമാണ് ഋഷികേശിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഇന്നത്തെ ഒരു ദിവസവും പിന്നെ നാളെ വെളുപ്പിന് നമ്മൾ കേദാർനാഥിലേക്ക് പോകും. കേദാർനാഥ്, ബദ്രിനാഥൊക്കെ കവർ ചെയ്ത് തിരികെ വന്നതിന് ശേഷം നമ്മൾ ഗംഗാ ആരതിയും റിവർ റാഫ്റ്റിങ്ങും അങ്ങനെ ഒരു ദിവസം കൂടി നമ്മൾ ഋഷികേശിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉത്തരാഖണ്ഡ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 1-2 ദിവസം കൂടി അഡീഷണൽ ഋഷികേശിലും ഹരിദ്വാറിലും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇവിടെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾക്ക് അത്രയും സമയമില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ സ്ഥലത്തും കുറച്ച് കാഴ്ചകൾ മാത്രം കണ്ടുപോയത്. എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും റോപ്പ് വേ കണ്ടത്തിൻ്റെ ആഹ്ലാദമാണെന്ന്. അല്ല, നിന്നും നടന്നും കാല് കഴിച്ച് അവസാനം ഇരിക്കാൻ കിട്ടിയ ഒരു ചാൻസ്, അതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ അവസാനം റോപ്പ് വേയിൽ കയറിയിട്ടുണ്ട്. റോപ്പ് വേയിൽ നിന്നും പതുക്കെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുത്തനയിലുള്ള ബിൽവ എന്ന പർവ്വതത്തിലാണ് മാനസാദേവിയുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാനസാദേവി എന്നാൽ ശിവൻ്റെ പുത്രിയായും മാനസപുത്രിയായും പല ഐതിഹ്യങ്ങളുണ്ട്. ഇത് ഹരിദ്വാറിലെ പഞ്ചതീർത്ഥങ്ങളിൽ ഒന്നാണ്. ഹർക്കി പോരി, ഖുഷ്വത്, കൺകൽ, ചണ്ഡീദേവി ക്ഷേത്രം ഇതൊക്കെയാണ് ഹരിദ്വാറിലെ മറ്റു മഹാതീർത്ഥാടന ക്ഷേത്രങ്ങൾ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടറിലും നടന്നുമൊക്കെ പോകുന്ന ആളുകളെ കാണാൻ കഴിയും. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു നമുക്ക് സ്കൂട്ടി വേണോ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവരൊരു ചാർജും പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് അവൈൽ ചെയ്തില്ല. റോപ്പ് വേയിലൂടെ തന്നെ നമ്മൾ പോകുമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ കാണുന്നതാണ് മാനസാദേവി ക്ഷേത്രം. നമ്മൾ അകത്തേക്ക് അധികം വിഷ്വൽസ് എടുത്തിരുന്നില്ല. കാരണം ഒന്നാമത് തിരക്ക്, രണ്ടാമത് നമ്മൾ അമ്പലത്തിനുള്ളിലായതുകൊണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹരിദ്വാറിലെ മൊത്തം വ്യൂ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളമാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നല്ല തിരക്കുണ്ടെങ്കിലും എത്രയോ ജനങ്ങളാണ് അമ്മയെ ഒന്ന് കാണണമെന്ന ആഗ്രഹവുമായി ഓരോ ദിവസവും ഇവിടേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ മാനസാദേവി ക്ഷേത്രം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അകത്താണെങ്കിലും പുറം നടയിലാണെങ്കിലും നമ്മൾ വെറുതെ തൊഴുത് നിൽക്കുമ്പോൾ പോലും പൂജാരിമാർ നമ്മളുടെ അടുത്ത് നിന്ന് പൈസ ചോദിക്കുകയാണ്. വെറുതെ അവരോട് സംസാരിച്ചിരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ മൈപ്പീലി കൊണ്ട് തലക്ക് 2 അടി തരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മന്ത്രം ചൊല്ലും. എന്നിട്ട് 500 രൂപ 1000 രൂപയൊക്കെ തരാം ദക്ഷിണ ചോദിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സംഭവത്തോട് ഒട്ടും യോജിപ്പില്ല. കാരണം ദൈവം എന്നതൊരു കച്ചവട വസ്തു അല്ലല്ലോ, അതൊരു സോഴ്സ് ഓഫ് എനർജി അല്ലേ. നമ്മുടെ പേരൻസിനെ പോലെ നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു കരുത്തല്ലേ. അറിഞ്ഞു കൊടുക്കുന്നതും ചോദിച്ചു വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു വിരോചകമായി തോന്നിയത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടും ആസ്വദിച്ചും ഒക്കെ അവസാനം നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മനസ്സുരുകി വിളിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്ന ദേവതയാണ് മാനസാദേവി എന്നാണ് അറിയപ്പെടുന്നത്. ഇതുവഴിയാണ് നമുക്ക് ഇറങ്ങേണ്ട വഴി. ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള സാധാരണ അമ്പലങ്ങളെ പോലെ തന്നെ ദേവിക്കുള്ള വഴിപാട് സാധനങ്ങളും ഉടയാടകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളാണ് ഇതിന് ചുറ്റുമുള്ളത്. വീണ്ടും കുറച്ചുകൂടി നടന്നപ്പോഴേക്കും നമ്മൾ അമ്മയുടെ നടയിലെത്തിയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു. നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അമ്പലത്തിനുള്ളിൽ നമ്മൾ വീഡിയോ എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാതെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അമ്പലത്തിനുള്ളിൽ നമുക്ക് വീഡിയോ നമ്മൾ എടുക്കാത്തത്.
പക്ഷെ ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുക്കണുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല. അങ്ങനെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന മനസാദേവിയെ കണ്ട് മടങ്ങുകയാണ്. എന്തായാലും ഹരിദ്വാറിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നില്ല കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.